സ്തുതാമയാ വരദാ വേദമാതാ പ്രചോദയന്താം പാവമാനീ ദ്വിജാനാം ആയുപ്രാണം പ്രജാം പശും കീർത്തിം ദ്രവിണം ബ്രഹ്മവർച്ചസം. ഓം ശാന്തി ശാന്തി ശാന്തി. നരേന്ദ്ര ദയാനന്ദം 2026 67ാമത് പ്രഭാഷണമാണ് ഇന്നിവിടെ നടക്കുന്നത്. സത്യത്തിൽ ഇന്നതൊരു നമ്മുടെ ചടങ്ങ് മുടങ്ങണ്ട എന്നുള്ളത് കൊണ്ടും വേനൽ മഴയുടെ കാഠിന്യം, ഇടി, മിന്നൽ എന്നിവയുടെ കാഠിന്യത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഇത്രയും താമസിച്ച് ഇതുവരെ ഈ പ്രഭാഷണ പരമ്പര നടത്തിയിട്ടില്ല. ഞാൻ ഒരു 15 മിനിറ്റ് നേരമോ 20 മിനിറ്റ് നേരത്തേക്കോ ഒരു വിഷയപ്രവേശം നടത്തിയ ശേഷം ബാലൻസ് നാളെ നമുക്ക് തുടരാം എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു നിർത്തിയത് വേദമന്ത്രങ്ങളുടെ വിനിയോഗം കൊണ്ട് എന്താണ് പ്രയോജനം എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ അതിലേക്കാണ് ഈ ചിന്ത ചെന്നെത്തേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട വഴികളെപ്പറ്റി നമ്മൾ പറഞ്ഞു: കർമ്മം, ജ്ഞാനം എന്നിവ. അതിൽ അറിവിനെപ്പറ്റി പറഞ്ഞപ്പോൾ ദശമഹാവിദ്യയെക്കുറിച്ചും, കർമ്മത്തെപ്പറ്റി പറയുമ്പോൾ നമ്മൾ കർമ്മത്തിൻ്റെ ഭാഗത്തെ സ്പർശിക്കാതെ കടന്നു പോവുകയും ചെയ്തു. ഈ ദശമഹാവിദ്യ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഓർമ്മിക്കുന്നത് താന്ത്രികമായ ഒരു ദശമഹാവിദ്യ ഇവിടെ പ്രചലിതമാണ്. പക്ഷെ വൈദികമായ ദശമഹാവിദ്യയിൽ ഒരു ദാർശനിക കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ചെന്നെത്തുന്നത് ഇടം 3 അനാദി തത്വങ്ങളും പഞ്ചഭൂതങ്ങളും അടങ്ങുന്ന അഷ്ടസത്തകൾ. അതിൽ പ്രകൃതിയുടെ വികൃതി ഭാവമാണ് പഞ്ചഭൂതങ്ങൾ. പക്ഷെ പ്രകൃതിയുടെ നിത്യഭാവത്തിൽ നിന്ന് മാറി അനിത്യതയുടെ സ്വഭാവത്തെ ഉൾക്കൊള്ളുന്ന ഒന്നാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നത്. ഈ 8 ഘടകങ്ങളെക്കുറിച്ചുള്ള അല്ലെ 8 സത്തകളെക്കുറിച്ചുള്ള ജ്ഞാനമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഇനി നിങ്ങൾക്ക് ഒരു ജ്ഞാനവും കൊണ്ടുവരാൻ കഴിയില്ല. ഇതിൻ്റെ സൂക്ഷ്മവും സ്ഥൂലവുമായ ഭാവത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തിൽ ഈ 8 സത്തകളെ, അഷ്ടസത്തകളെ, അതിനെക്കുറിച്ചുള്ള വിദ്യകൾ നിങ്ങൾക്ക് 2 സാധ്യതകളെ പ്രദാനം ചെയ്യും. ഒന്ന് മോക്ഷം, മറ്റൊന്ന് ബദ്ധത, ഭോഗം. അപ്പം ഭോഗവിജ്ഞാനം നേടുന്നതിന് നമുക്ക് വേണ്ട 8 വിദ്യകൾ. 8 വിദ്യകളെ നേടിയാൽ അതിലൂടെ നമുക്ക് ഭോഗവിദ്യയിലേക്ക് വരാം. 9 നവം. എന്താണ് ഈ നവത്തിൻ്റെ പ്രത്യേകത? 9ൻ്റെ പ്രത്യേകത എപ്പോഴും പുതുമയോടെ അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭൗതിക ജീവിതത്തിൽ മനുഷ്യൻ എപ്പോഴും തേടുന്നത് പുതുമയാണ്. എന്നാൽ പുതിയതായി എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ? അവന് ഒന്നുമില്ല. എന്നാൽ പുതുമയെ തേടുക, ആ പുതുമയിലൂടെ അവൻ പഴയതിലും കവിഞ്ഞ ഒരു പഴയതിനെ കണ്ടെത്തുക. ഇതാണ് ഇതിൻ്റെ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 9 ഘടകങ്ങളെ ആസ്പദമാക്കി നാം എത്തുന്ന വൈരാഗ്യത്തിൽ നിന്നാണ് ഈ 8നെക്കുറിച്ചും 9നെക്കുറിച്ചുമുള്ള ജ്ഞാനം ഉണ്ടാകുകയും, ആ ജ്ഞാനം നിങ്ങൾക്ക് എന്തിനെ നൽകണം? വൈരാഗ്യത്തെ നൽകണം. അങ്ങനെ വൈരാഗ്യത്തെ നൽകുമ്പോഴാണ് നമ്മൾ മോക്ഷചിന്തയിലേക്കും ബ്രഹ്മ ചിന്തയിലേക്കും കടക്കുക. അപ്പോൾ 9ാമത്തെ വിദ്യ എന്താണ്? ധർമ്മവിദ്യ. എന്താണ് ഈ ധർമ്മവിദ്യ?
സത്യത്തിൽ ഈ 9ാമത്തെ വിദ്യയാണ് 3 അടിസ്ഥാന യജ്ഞങ്ങളുടെ അടിസ്ഥാനം. അടിസ്ഥാന യജ്ഞങ്ങൾ ഈ 3 7, 3, 21 എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ത്രിഷപ്ത പരിയന്തി വിശ്വ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന അഥർവവേദീയ മന്ത്രം. അതിൽ 7ൻ്റെ 3 ഘടകങ്ങൾ, അഥവാ 3ആയി വിഭജിച്ച് നിൽക്കുന്നതിൻ്റെ 7 ഘടകങ്ങൾ വീതമുള്ള 21. 3ആയിട്ട് യജ്ഞങ്ങളെ വിഭജിക്കുമ്പോൾ 7 സുത്യകൾ. ഈ സുത്യ എന്നുള്ളതിന് നമുക്ക് സോമയാഗം എന്ന് പറയാം. സോമയാഗങ്ങൾ പോലെയുള്ള സുത്യയാഗങ്ങൾ. 7 പാകയജ്ഞങ്ങൾ ഉണ്ട്. പാകയജ്ഞങ്ങൾ 7. പാകയജ്ഞം എന്നൊക്കെ പറയുമ്പോൾ ഈ അഗ്നിഹോത്രാദികൾ പോലെയുള്ള കർമ്മ നിത്യം ചെയ്യുന്നത്, ബലിവൈശ്യദേവയജ്ഞാദി കർമ്മങ്ങളല്ല. ഇതിനെ പാകയജ്ഞം എന്നാണ് പറയുക. 7 പാകയജ്ഞങ്ങൾ. 7 ഹവിർ യജ്ഞങ്ങളുണ്ട്. ഈ 7 ഹവിർ യജ്ഞങ്ങളിലെ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് പാകയജ്ഞവുമായി ബന്ധപ്പെട്ടാണ്. അഗ്നിഹോത്രത്തിൽ നമ്മൾ അന്നം ഹവിസായി അർപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഹവിർ ഹോമമായിട്ട് മാറും. ഹവിസ്. അപ്പോൾ പാകം എന്ന വാക്ക് അവിടെ ഒന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. അതിലെല്ലാം നമുക്ക് അന്നത്തിൻ്റെ ദാനങ്ങൾ പാകം ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ 7, 3, 21 യജ്ഞങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെ സംബന്ധിച്ച് ബ്രാഹ്മണങ്ങളിലെല്ലാം വലിയ ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന് കർമ്മത്തിലാണോ ജ്ഞാനത്തിലാണോ ഇച്ഛ എന്ന ചോദ്യത്തിന് കർമ്മത്തിൽ നിന്ന് ജ്ഞാനമുണ്ടാകുന്നു എന്നും ജ്ഞാനത്തിൽ നിന്ന് കർമ്മമുണ്ടാകുന്നു എന്നുമുള്ള 2 വലിയ പക്ഷങ്ങളുടെ മധ്യത്തിലാണ് മനുഷ്യ ദർശനങ്ങളെല്ലാം. ഒരു ഭാഗം പറയുന്നു, മീമാംസകരായ ഒരു ഭാഗം പറയുന്നു, കർമ്മമാണ് ജ്ഞാനം. വേദാന്തികൾ പറയുന്നത് ജ്ഞാനമാണ് കർമ്മം. ജ്ഞാനത്തിൽ നിന്ന് ഭിന്നമായ കർമ്മങ്ങളൊന്നും കർമ്മമല്ല. അതുകൊണ്ട് യജ്ഞാദി കർമ്മങ്ങളൊന്നും കർമ്മങ്ങളെയല്ല. പക്ഷെ മീമാംസകർ പറയുന്നത് യജ്ഞത്തെ കൂടാതെ ഒരു ജ്ഞാനവുമില്ല, അതുകൊണ്ട് യജ്ഞമല്ലാത്തതൊന്നും ജ്ഞാനമല്ല. ഭാരതത്തിൻ്റെ അധപ്പതനത്തിലേക്ക് നാം കൂപ്പുകുത്തിയതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ഈ 2 പക്ഷവും ചേർന്ന് നടത്തിയ യുദ്ധങ്ങളാണ്. ചോരപ്പുഴ ഒഴുകിയ യുദ്ധങ്ങളാണോ എന്ന് ചോദിച്ചാൽ മനുഷ്യരക്തം വരെ ഒഴുകിയ യുദ്ധങ്ങളാണത്. ബലിയുടെ യുദ്ധങ്ങൾ, നരമേധത്തിൻ്റെ യുദ്ധങ്ങൾ, മൃഗബലിയുടെയും നരബലിയുടെയും ഒക്കെ യുദ്ധങ്ങൾ. ഇവിടെ നാം കാണേണ്ടത് ജ്ഞാനരഹിതമായ കർമ്മവും കർമ്മശേഷിയില്ലാത്ത ജ്ഞാനവും പരസ്പരം പോരടിക്കുന്നതാണ്. ഭാരതത്തിൻ്റെ അധപ്പതന കാലത്ത് നാം ചെന്ന് ഭവിച്ച ഇടം വളരെ ശ്രദ്ധയോടെ നമ്മൾ വിലയിരുത്തേണ്ട ഇടമാണ്. യാജ്ഞികരായ മനുഷ്യരെല്ലാം തന്നെ പറയുന്നു, നോക്കൂ, നിങ്ങൾ കർമ്മമനുഷ്ഠിച്ച് സ്വർഗത്തെ നേടി അതിലൂടെ മോക്ഷത്തിന് യോഗ്യനാകുക. ജ്ഞാനി പറയുന്നത് എന്താണ്?
കർമ്മം ചെയ്ത് 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 നിങ്ങൾ പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനി ജഠരേ ശയനം. ശങ്കരാചാര്യരുടെ പേരിൽ ആരോ എഴുതിയ ഒരു ഭജഗോവിന്ദമാണ്. പക്ഷേ അത്രത്തോളം കൊണ്ടുചെന്ന് ശങ്കരനെ കൊണ്ട് പറയിക്കാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ ഒരാളെക്കുറിച്ച് അപഖ്യാതി പറയാനും ഒരു ധൈര്യം വേണമല്ലോ. ആ ധൈര്യത്തിലേക്ക് അവരെത്തി. അതിൻ്റെ കാരണം എന്താണ്? അവിടങ്ങളിൽ ശങ്കരൻ ഈ കർമ്മത്തെ എതിർത്തിട്ടുണ്ട്. ഈ കർമ്മത്തെ എതിർക്കാനുണ്ടായ കാരണം എന്താണ്? അത് ഈ ദശമഹാവിദ്യയുമായി പുലബന്ധമില്ലാത്ത കർമ്മങ്ങളിലേക്ക് മനുഷ്യനെ നയിച്ചു. 10 കാര്യങ്ങൾ നമുക്ക് അറിയണം എന്ന് നമ്മൾ കരുതുന്നു എന്നിരിക്കട്ടെ. ആ 10 കാര്യങ്ങൾക്കൊരു ക്രമവും ഉണ്ട്. ഇപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ ഒരു കുട്ടി പഠിക്കുന്നു. 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കേണ്ടതിൻ്റെ വിഷയവിവരങ്ങൾ, പഠന പദ്ധതി 1-ാം ക്ലാസ്സിൽ കയറി പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഈ വിദ്യാർത്ഥി അതിനെക്കുറിച്ച് ജ്ഞാനമുള്ളവനായിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പഠിപ്പിക്കുന്ന അധ്യാപകന് ഈ 10-ാം ക്ലാസ് വരെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ലഭ്യമാകണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷേ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ആ 10-ാം ക്ലാസ്സിലെ കുട്ടിക്കും അവിടെ ക്ലാസ് എടുക്കുന്ന അധ്യാപകനും അതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടാവണം. വേണ്ടേ? 1-ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടി പറയുകയാണ്, എനിക്ക് 2-ാം ക്ലാസ്സിലെ വിഷയം അറിയത്തില്ല, അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ വിഷയം ഞാൻ പഠിക്കുന്നില്ല. 3-ാം ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി പറയുകയാണ്, എനിക്ക് 4-ാം ക്ലാസ്സിനെ പറ്റി യാതൊരു വിവരവും ഇല്ല, ഞാൻ 1ഉം 2ഉം 3ഉം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ 4-ാം ക്ലാസ് അറിയാത്തതുകൊണ്ട് ഞാൻ ഇനി എന്തിനാണ് പഠിക്കുന്നത്? നോക്കൂ, ഈശ്വരൻ, ജീവാത്മാവ്, പ്രകൃതി, ആ പ്രകൃതിയുടെ വികൃത ഭാവങ്ങളായി നിൽക്കുന്ന പഞ്ചഭൂതങ്ങൾ, ഇവയുടെ സമന്വയ വിദ്യ നമുക്ക് നൽകുന്നത് ഭോഗസിദ്ധിയും മോക്ഷജ്ഞാനവുമാണ്. ഭോഗസിദ്ധി ധാർമ്മികമായ ഭോഗസിദ്ധിയാണ് നിങ്ങൾക്ക് നൽകുന്നത്. എന്താണ് ധാർമ്മികമായ ഭോഗസിദ്ധി എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എങ്ങനെയും ഭോഗം ചെയ്യാം. പക്ഷെ ധാർമ്മികമായ ഭോഗം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ശാന്തിയും സമാധാനവും സുഖവും ലഭിക്കും. ധർമ്മത്തിൻ്റെ പരിരക്ഷ നമുക്ക് ലഭിക്കും. ധർമ്മത്തിൻ്റെ പരിരക്ഷ ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തുണ്ടാകും? ധർമ്മത്തിൻ്റെ ജ്ഞാനമുണ്ടാകുകയും ആ ധർമ്മജ്ഞാനത്തിൽ നിന്ന് നമുക്ക് വിവേകമുണ്ടാവുകയും ആ വിവേകത്തിൽ നിന്ന് നാം വൈരാഗ്യത്തെ നേടുകയും ചെയ്യും. നമ്മൾ 1 മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന പഠനത്തിൽ 1-ാം ക്ലാസ്സിനെ ഒഴിവാക്കിയിട്ട് നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാൻ പറ്റും. 10-ാം ക്ലാസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് 1-ാം ക്ലാസ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ആ പഠന പദ്ധതി പൂർണ്ണമാണെങ്കിൽ. സ്കൂൾ വിദ്യാഭ്യാസം നമ്മളെ സംബന്ധിച്ച് പൂർത്തിയാകുന്നത് ഇപ്പോൾ 12-ാം ക്ലാസ്സിലാണ്. നേരത്തെ അത് 10-ാം ക്ലാസ്സിലായിരുന്നു. ഈ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ഒരു പാഠ്യപഠന പദ്ധതിയുണ്ട്. ഇവ പരസ്പരം ബന്ധമുള്ളതാണ്. ഇതിലെ കർമ്മ പദ്ധതി ജ്ഞാനപദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഇതിലെ കർമ്മം ദൃശ്യമാണോ? പഠിക്കുക എന്ന് പറയുന്ന കർമ്മം ദൃശ്യമാണോ? അല്ല. പഠനത്തിലെ യജ്ഞകർമ്മങ്ങളെല്ലാം ദൃശ്യമാണ്.
ആ കുട്ടി 1-ാം ക്ലാസ്സിൽ പോയിരിക്കുമ്പോൾ അതിൻ്റെ മനസ്സിൽ അത് കളക്ടർ ആവണം എന്ന് പറഞ്ഞാണ് അവിടെ പോയിരിക്കുന്നത്. അതിനോട് നമ്മൾ ചോദിക്കും അല്ലേ, ഭൂരിപക്ഷം കുട്ടികളും തരുന്ന അഭിപ്രായം എന്താണ്? എനിക്ക് ആനക്കാരനാകണം, വണ്ടി ഓടിക്കുന്ന ആളാവണം, പ്ലെയിൻ ഓടിക്കുന്ന ആളാവണം, ഇതൊക്കെയാണ് പറയുക. ഇപ്പം അതൊക്കെ മാറിക്കാണും കേട്ടോ, ഞാൻ കുറച്ച് കാലം മുമ്പുള്ള കഥയാണ് പറയുന്നത്. എങ്കിലും ആ കുട്ടി ജീവിതത്തിൻ്റെ ഒരു പരിപൂർണതയിൽ 30 വയസ്സിലോ ഇപ്പോൾ ഇരിക്കുന്ന 8-ാം വയസ്സിലോ 9-ാം വയസ്സിലോ 10-ാം വയസ്സിലോ ഒക്കെ ആയിരിക്കും എന്ന് വെച്ചോ. 8-ാം ക്ലാസ്സിലെങ്ങാണ്ട് 8 വയസ്സുള്ളപ്പോൾ 6 വയസ്സുള്ളപ്പോൾ ഇപ്പോൾ 1-ാം ക്ലാസ്സിൽ ചേർക്കുക. 5 വയസ്സ് കഴിഞ്ഞ് 5:30ക്കും 6-നും ഇടയ്ക്കാണ് ചേർക്കുക. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ആ കുട്ടിക്ക് 30 വയസ്സ് പ്രായം കാണും. 30 വയസ്സ് കഴിഞ്ഞ് ആ വ്യക്തി എത്തുന്ന ഇടത്തെപ്പറ്റി ഈ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തെങ്കിലും ധാരണയുണ്ടോ? ധാരണയില്ല. പക്ഷെ അയാൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് കർമ്മം ചെയ്യുന്നത്? കർമ്മത്തിലൊട്ടാത്ത കർമ്മമാണ് അയാൾ ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മൾ കർമ്മത്തിൽ ഒട്ടി കർമ്മങ്ങൾ ചെയ്യുക? നിഷ്കാമഭാവത്തെ ത്യജിച്ച് നമ്മൾ കർമ്മത്തിലേക്ക് വരിക. സത്യത്തിൽ ആ നിഷ്കാമ കർമ്മത്തിൽ നിന്ന് നമ്മൾ കാമപൂർണമായ ഒരു കർമ്മത്തിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് അറിവുണ്ടാകണം. ഏതറിവ് എന്നുള്ളത് പ്രത്യേകത ശ്രദ്ധിക്കേണ്ട. ഭൗതിക ജ്ഞാനം ഉണ്ടാകണം. ഭൗതിക ജ്ഞാനമുണ്ടാകണം. ഈ ഭൗതിക ജ്ഞാനം ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നൈരന്തര്യമുള്ള നിഷ്കാമ കർമ്മങ്ങൾ ചെയ്ത് 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 കാമ്യകർമ്മങ്ങളിലേക്ക് അയാളെത്തും. അപ്പം ഇഷ്ടാപൂർത്ത കർമ്മങ്ങൾ എന്ന യജ്ഞത്തിൽ ഒരിടത്തൊരു പ്രത്യേക പ്രയോഗമുണ്ട്. കാമ്യകർമ്മങ്ങൾ, കാമ്യമായ കർമ്മങ്ങൾ. കാമം ജനിക്കണമെങ്കിൽ അവിടെ അറിവുണ്ടാകണം. ഭൗതിക ജ്ഞാനം മാത്രം മതി. ശരീരബദ്ധമായ ജ്ഞാനം നിങ്ങളിലുണ്ടായാൽ മതി. ചൈതന്യത്തെക്കുറിച്ച് ആലോചിച്ചാൽ പിന്നെ അവിടെ എന്തേ ഉണ്ടാകുകയുള്ളൂ? വൈരാഗ്യമേ ഉണ്ടാവുകയുള്ളൂ. ചൈതന്യത്തിൻ്റെ സ്വഭാവം, ചൈതന്യത്തെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവനായാൽ ചൈതന്യം നിങ്ങളെ എവിടേക്ക് നയിക്കും? വൈരാഗ്യത്തിലേക്ക് നയിക്കും. പക്ഷേ ശരീരത്തെക്കുറിച്ചുള്ള ബോധങ്ങളുണ്ടായാലോ, ശരീരത്തെ പറ്റിയുള്ള ബോധം ഉണ്ടാകുമ്പോഴോ കാമ്യകർമ്മങ്ങൾ ജനിക്കും. അന്നേരം ഈ 1-ാം ക്ലാസ്സിലിരിക്കുന്ന കുട്ടി, അവൻ പഠിക്കുന്നു, അവനെ പഠിപ്പിക്കുന്നു. ഈ 1-ാം ക്ലാസ്സിലുള്ള കുട്ടിയുടെ സാത്വികവും രാജസികവും താമസികവുമായ ഭാവത്തെ നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കിക്കേ. അവൻ്റെ സാത്വിക ഭാവം ഏറ്റവും പ്രകടമായിരിക്കുമ്പോൾ അവനിൽ വിദ്യ പ്രകാശിക്കും. അവിടെ വിദ്യ എങ്ങനെയാണ് വരുന്നത്? അത് പ്രകാശിക്കുകയാണ്. ആ വിദ്യയുടെ രാജസിക ഭാവം അവനിലേക്ക് എത്തുമ്പോൾ അവൻ എന്തു ചെയ്യും? അവൻ ആ വിദ്യ കൊണ്ട് കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങും. അറിവുണ്ട്, എല്ലാം അറിയാം, പക്ഷെ എഴുതാൻ വയ്യ. ആ കുട്ടി പരീക്ഷയ്ക്ക് യോഗ്യനാണോ? യോഗ്യനല്ല. അപ്പോൾ 1-ാം ക്ലാസ്സിലെ കുട്ടി മാർക്ക് വാങ്ങാൻ തക്കവണ്ണം ഉള്ള രാജസിക ഭാവത്തിലേക്ക് കടക്കുകയാണ്. ഈ രാജസിക ഭാവത്തിൽ വരുമ്പം ഈ 1-ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് എൻ്റെ ബെഞ്ചിൻ്റെ എൻ്റെ വല സൈഡിലിരിക്കുന്ന ആളിന് ഇത്ര മാർക്ക് കിട്ടി, എൻ്റെ ഇട സൈഡിലിരിക്കുന്ന ആളിന് ഇത്ര മാർക്ക് കിട്ടി, ഈ ബോധമുണ്ടോ അവന്? ഇല്ല. അവനെ ആ ബോധ്യത്തിലേക്ക് നമ്മളെല്ലാം കൂടി ചേർന്ന് നയിക്കുകയാണ്. വീട്ടിലെത്തുമ്പോൾ ചോദിക്കും, നിനക്ക് എത്ര മാർക്ക് കിട്ടി? അടുത്ത ചോദ്യം എന്താണ്?
ആർക്കാണ് ക്ലാസ്സിൽ കൂടുതൽ മാർക്ക്. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു കുട്ടി, അവനൊപ്പം സഞ്ചരിക്കുന്ന കുട്ടി, അവൻ എത്ര മാർക്കുണ്ട് എന്നാണ്. തമ്മിലൊരു തുലനമായി. സാത്വിക ഭാവത്തിൽ ഇത് നടക്കുമോ? ഇല്ല. രാജസിക ഭാവത്തിലേ ഇത് നടക്കും. അപ്പൊ വിദ്യയുടെ സ്വരൂപം സാത്വികമാവുമ്പോൾ അത് പ്രകാശിക്കും. ആ പ്രകാശത്തിൽ പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥയെക്കുറിച്ചുള്ള ജ്ഞാനം അവനിലേക്ക് കടന്നു വരും. പ്രപഞ്ചത്തിൻ്റെ ധാർമ്മിക വ്യവസ്ഥയിലേക്കുള്ള കാര്യങ്ങൾ. ഇത് സത്യത്തിൽ അവനിലേക്ക് കടന്നു വരാൻ ഇടയാകുന്ന കാര്യം എന്താണ്? അവൻ്റെ രാജസിക യജ്ഞങ്ങളാണ്. ഇവൻ മാർക്ക് വാങ്ങിക്കുമ്പോൾ ആ മാർക്കിൽ 1ാം റാങ്കുകാരനായി നിൽക്കുന്നവൻ, ആ ക്ലാസ്സിൽ അവനിൽ മെച്ചപ്പെട്ട ഒരാളില്ല എന്നുള്ള ബോധ്യം അവനുണ്ടാകുന്നു എന്നിരിക്കട്ടെ. ആ കുട്ടിക്ക് സാത്വിക ഭാവം വിട്ട് രാജസിക ഭാവം വന്നാൽ എന്ത് സംഭവിക്കും? അഹങ്കാരം ജനിക്കും. എന്താണ് അഹങ്കാരം? എന്നെ തോൽപ്പിക്കാൻ ഈ ക്ലാസ്സിൽ ആരുമില്ല. ഈ മാർക്ക് ഇടുന്നതിൻ്റെ ഒരു കുഴപ്പമാണ്. ഈ മാർഗിൻ്റെ നമ്മൾ അവിടെ മുതൽ തന്നെ രാജസിക ഭാവത്തെ ഉപാസിക്കുകയാണ്. ക്രമത്തിൽ അതെവിടേക്ക് പോവും? താമസിക ഭാവത്തിലേക്ക് പോവും. വിദ്യാദദാതി വിനയം. വിനയമാണ് വിദ്യയുടെ പ്രതീകമാകുന്നത് എങ്കിൽ ആ വിദ്യ സാത്വിക പ്രധാനമായിരിക്കും. അത് പ്രകാശിക്കും. ആ കുഞ്ഞിനെ കണ്ടാൽ അറിയായിരിക്കും, അല്ലേ? ഇപ്പോൾ ഒരു സ്കൂളിൽ ചെന്നാൽ 100 കുട്ടികൾ ഇരിക്കുകയാണെന്നിരിക്കട്ടെ. നമുക്കൊരു കുട്ടിയെ, ഒരു നല്ല അധ്യാപകന് ഒരു കുട്ടിയെ കാണുമ്പോൾ അറിയാം അവനിലെ ഗുണങ്ങൾ. എന്താ അതിൻ്റെ കാരണം? അത് മുഖത്ത് അവനിൽ പ്രകാശമുണ്ടായിരിക്കും. എന്തിൻ്റെ പ്രകാശമാണ്? ജിജ്ഞാസ, അതിൻ്റെ പ്രകാശം. അറിയാനുള്ള ആഗ്രഹം. ഈ അറിയാനുള്ള ആഗ്രഹം എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ വ്യക്തിയിൽ സംജാതമാകുന്നത്? അവനിലെ സാത്വിക ഗുണത്തിൻ്റെ ഭാവമായിട്ടാണ് അത് അവനിൽ പ്രകടമാകുന്നത്. ഭാരതീയ ദർശന പാരമ്പര്യത്തിൽ യജ്ഞാദി സംസ്കാരത്തെയും യോഗ സംസ്കാരത്തെയും സംയോജിപ്പിച്ച് നിൽക്കുന്ന 2 മീമാംസകളാണ് നമുക്കുള്ളത്. ഒന്ന് ധർമ്മമീമാംസയും മറ്റൊന്ന് ബ്രഹ്മമീമാംസയും. ഈ ധർമ്മമീമാംസയെ നാം കർമ്മമീമാംസ എന്നും ബ്രഹ്മമീമാംസയെ നാം ജ്ഞാനമീമാംസ എന്നും പറയാറുണ്ട്. ഇവിടെ ഈ ദശമഹാവിദ്യ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ ദശമഹാവിദ്യ എന്ന് പറയുന്നത് 5 ജ്ഞാനേന്ദ്രിയത്തെയും 5 കർമ്മേന്ദ്രിയത്തെയും സമന്വയിപ്പിക്കാനും അതിലൂടെ സാത്വിക ബോധത്തെ നമ്മുടെ ബുദ്ധിയിൽ, ധി എന്ന വാക്ക് ഇത് ഒരു മന്ത്രത്തിൽ വരുന്നുണ്ട്, ധിയോ യോന്ന പ്രചോദയാത്. ഇവിടെ ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നാണ് പറയുക. ഈ ഗായത്രിയുടെ ഒരു വലിയ പ്രത്യേകത അത്. എൻ്റെ ബുദ്ധിയെ ഇത് ചെയ്യണേ, പ്രചോദിപ്പിക്കണമേ എന്നല്ല, ഞങ്ങളുടെ ബുദ്ധിയെ. ബഹുവചനത്തിലാണ് പ്രയോഗം. എന്താ കാരണം? എനിക്ക് മാത്രം ബുദ്ധിയുണ്ടായിട്ടോ എനിക്ക് മാത്രം സുഖമുണ്ടായിട്ടോ കാര്യമില്ല. കാരണം സുഖത്തിൻ്റെ സാധനങ്ങൾ മുഴുവൻ അപരനിലാണ്.
നിങ്ങൾക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ അപരൻ നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കണം. വേണ്ടേ? അപരൻ്റെ ഇടപെടലുകൾ ഉണ്ടാകാതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് ശാന്തിയും സമാധാനവും നിലനിർത്താനാകും. അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയെ ഈശ്വര നീ പ്രചോദിപ്പിക്കണം. 10 വിദ്യകളും ആത്യന്തികമായി 10 വിദ്യകളും ആത്യന്തികമായി നമ്മളെ നയിക്കുന്നത് എവിടേക്കാണ്? മോക്ഷത്തിലേക്കാണ്. 10 ഇന്ദ്രിയങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? പിൻവലിക്കണം. എവിടുന്ന് പിൻവലിക്കണം? സകല കർമ്മങ്ങളിൽ നിന്നും പിൻവലിക്കണം. അങ്ങനെ പിൻവലിക്കുന്നതിന് നമുക്ക് ജ്ഞാനം വേണ്ടേ? വേണം. ഈ പ്രപഞ്ചത്തിൽ ഏതും ഒന്ന് തുടങ്ങുന്നതിലേക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ബാഹ്യമായ ശക്തിയിൽ നിന്ന് ഒരല്പം ശക്തി എടുക്കും. ഒരു കാറ് സ്റ്റാർട്ടാവണമെങ്കിൽ ഒരു വലിയ എൻജിൻ സ്റ്റാർട്ടാകണമെങ്കിൽ ഒക്കെ നമുക്കറിയാം, ഇല്ലേ? ഒരു ഉന്തിൻ്റെ കൂടെ ഒരു തള്ള് എന്ന് പറയുന്നത് പ്രായേണ നമ്മൾ പറയുന്നതാണ്. ഒരു വെയിറ്റുള്ള ഒരു സാധനത്തെ പൊക്കണമെങ്കിൽ അതൊന്ന് പൊങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പൊക്കിയെടുക്കാനുള്ള ശേഷി നമുക്ക് വർദ്ധിതമാണ്. അതേവിധം ഈ 10 ഇന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും 5 കർമ്മേന്ദ്രിയങ്ങളെയും അതിൻ്റെ രാജസിക ഭാവത്തിൽ നിന്ന് അതിനെ അടർത്തി പ്രകാശാത്മകമായ പ്രകാശിക്കുന്ന, എന്തിനാൽ പ്രകാശിക്കുന്ന? അറിവിനാൽ പ്രകാശിക്കുന്ന, ജ്ഞാനത്താൽ പ്രകാശിക്കുന്ന സാത്വിക ഭാവത്തിലേക്ക് പ്രതിഷ്ഠിക്കണം. ഒരു കൊച്ചു കുഞ്ഞിത് ചെയ്യുന്നുണ്ടോ? വൈരാഗി ആയ കുഞ്ഞ് ഇത് ചെയ്യും. ശ്രേഷ്ഠരായ മഹാത്മാക്കളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരു വളരെ കുഞ്ഞിലെ തന്നെ ഈ തരത്തിലുള്ള ഇന്ദ്രിയ സംയമനം എന്ന് പറയുന്നത് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ജനിച്ച് വീഴുമ്പോൾ ആ കുഞ്ഞിലുള്ള ആ കണ്ണിൻ്റെ 360 ഡിഗ്രി കറുത്ത ആ കണ്ണിലെ പ്രകാശം അതെങ്ങനെയാണ് നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമായി ഒരു മനുഷ്യരൂപത്തിലേക്ക് എത്തുക? അതെത്തുന്നത് ഒന്ന് അവൻ്റെ അന്നം, 2 അവൻ്റെ അറിവ്, 3 അവനിലെ ഗുണഭാവം. ഗുണഭാവം എന്ന് പറഞ്ഞാൽ സാത്വികമോ രാജസികമോ താമസികമോ ആയ അവൻ്റെ കർമ്മങ്ങൾ. സാത്വികവും രാജസികവും താമസികവുമായ കർമ്മങ്ങൾക്ക് അവൻ എന്തു വേണം? സാത്വികമായ ജ്ഞാനം വേണം, രാജസികമായ ജ്ഞാനം വേണം, താമസികമായ അജ്ഞാനം വേണം. താമസികമായ ജ്ഞാനമില്ല, താമസികമായ അജ്ഞാനമേ ഉള്ളൂ. കാരണം താമസിക കർമ്മങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നിങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകളൊക്കെ നിങ്ങൾ അറിയാതെ ചെയ്യുകയാണ്. അതിൻ്റെ വഴികൾ നിങ്ങൾക്ക് ബോധ്യമില്ല. അങ്ങനെ അങ്ങ് ചെന്ന് പെടുകയാണ്. പക്ഷെ രാജസീയമായ വഴികളിൽ അങ്ങനെയല്ല. വളരെ ശ്രദ്ധാലുക്കളാണ് നാം. ഓരോ വഴിയും നമ്മൾ ശ്രദ്ധിച്ചാണ് പോവുക. അറിയാം നമുക്ക് ഇത് അപകടം പിടിച്ച വഴിയാണ് എന്ന്, ഇല്ലേ? അപ്പോൾ ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും സ്വഭാവത്തിൽ 5 വഴികൾ ജ്ഞാനത്തിൻ്റെയും 5 വഴികൾ കർമ്മത്തിൻ്റെയുമാണ്.
ഇതാണ് മനുഷ്യനെ ബുദ്ധിമുട്ടിലാക്കുന്നത്. നമുക്കിതിനെ വേർതിരിച്ചറിയാൻ കഴിയുകയില്ല. നമ്മൾ കാണുക, കേൾക്കുക എന്ന് പറയുന്ന 2 കർമ്മങ്ങളാണ് പ്രധാനമായും ചെയ്യുന്നത്. ജ്ഞാനാർജനത്തിന് നമ്മൾ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ഒന്ന് കാണുകയും കേൾക്കുകയും. കണ്ടറിയുന്നതാണോ കേട്ടറിയുന്നതാണോ ഭേദം? ഇത് ചോദ്യം വളരെ പ്രസക്തമാണ്. സൂക്ഷ്മാതിസൂക്ഷ്മമായ കർമ്മങ്ങൾക്ക് നമ്മൾ ചിത്രത്തെയാണോ സ്വീകരിക്കുന്നത്, അതോ ശബ്ദത്തെയാണോ? സൂക്ഷ്മം ശബ്ദമാണ്. കാരണം അത് ആകാശത്തിൻ്റെ ഗുണമാണ്. രൂപത്തിനുള്ള പ്രശ്നം എന്താണ്? രൂപം മാറ്റത്തിന് വിധേയമാണ്. സദാ അത് മാറിക്കൊണ്ടിരിക്കുന്നതാണ് രൂപം. ഏത് രൂപത്തിൻ്റെയും പടം എടുത്തോളൂ, നിങ്ങൾ ചിത്രം എടുത്തോളൂ, അതിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ശബ്ദത്തിനും ഈ ഭാവമുണ്ട്. ശബ്ദത്തിൽ എന്തുണ്ട്? വ്യതിയാനങ്ങൾ വന്നുകൊണ്ടിരിക്കും. നമ്മളൊന്ന് കാണുന്നു, അത് അതുപോലെ വരയ്ക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. നമ്മളൊന്ന് കേൾക്കുന്നു, നമുക്കതുപോലെ ഉച്ചരിക്കാൻ കഴിയുമോ? കഴിയും. അതാണ് ശബ്ദത്തിൻ്റെയും ദൃശ്യത്തിൻ്റെയും സ്ഥൂല സൂക്ഷ്മ ഭേദം. ശബ്ദത്തെ ഉച്ചരിക്കാൻ നമുക്ക് മറ്റെന്തിൻ്റെയും സാധനത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ചിത്രം വരയ്ക്കണമെങ്കിൽ നമുക്ക് പേന, പെൻസിൽ, പേപ്പർ ഇതെല്ലാം ആവശ്യമുണ്ട്. 2, അളവിനെ പറ്റി വല്ലാത്ത ബോധ്യം വേണം. വേണ്ടേ? ഒരാൾ ഒരു കവിത ചൊല്ലി എന്നിരിക്കട്ടെ. ആ കവിത കേൾക്കുന്ന ഒരാൾക്ക് ശ്രദ്ധയോടാണ് അത് കേൾക്കുന്നത് എങ്കിൽ ആ കവിത ചൊല്ലി തീരുമ്പോഴത്തേക്ക് അതിലെ ഒരു വരിയെങ്കിലും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വരിയെങ്കിലും നമ്മൾ പഠിച്ചിരിക്കും, ഇല്ലേ? അത് നമ്മൾ പിന്നെ മറക്കാനുള്ള അവസ്ഥയോ കുറവാണ്. നിത്യം നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടാൽ പിന്നെ ആ കവിത നമ്മുടേതായി മാറും. എന്നാൽ ഏതെങ്കിലും ഒരു ചിത്രത്തെ നിങ്ങൾക്ക് അങ്ങനെ ചിത്രം വരച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ കാഴ്ചയുടെയും ദൃശ്യത്തിൻ്റെയും കേൾവി എന്ന ശബ്ദത്തിൻ്റെയും സ്വരൂപത്തെ നാം മനസ്സിലാക്കണം ജ്ഞാനത്തിൻ്റെയും കർമ്മത്തിൻ്റെയും മേഖലയിൽ നിന്ന്. കാണാൻ നിങ്ങൾക്ക് പഠിക്കണ്ട, ശബ്ദം കേൾക്കാനും നിങ്ങൾ പഠിക്കണ്ട. കണ്ടതിനെ അറിയാൻ നിങ്ങൾ പഠിക്കണം. കേട്ടതിനെ തിരിച്ചറിയാൻ നിങ്ങൾ ബോധമുള്ളവനായാൽ മതി, പഠിക്കണ്ട. ബോധം ഉണ്ടാകണം. ബോധം ഉണ്ടായാലേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റൂ. ഒരു ശബ്ദം കേട്ടു, ഒന്നും മനസ്സിലായില്ല എന്ന് പറയാം, ഇല്ലേ? അവിടെ അത് പൂർണ്ണമാണ് ആ ജ്ഞാനം. എന്താണ് അവിടുത്തെ പൂർണ്ണമായ ജ്ഞാനം? മനസ്സിലായില്ല എന്നുള്ളതാണ്. അതെന്താണ് ആ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അല്പം മനസ്സിലായി എന്നും മുഴുവൻ മനസ്സിലായില്ല എന്നുമാണ്. ഉദാത്തമായ ചിന്തയിൽ മനുഷ്യൻ്റെ ഈ 2 ഗുണങ്ങളെയാണ് സാഹിത്യം ചർച്ച ചെയ്യുന്നത്. ഒന്ന് കാണാനും ഒന്ന് കേൾക്കാനുമുള്ള മനുഷ്യൻ്റെ ചിന്ത. കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിനെ
സാത്വികവും രാജസികവും താമസികവുമായ ഗുണങ്ങളിലൂടെ മനുഷ്യൻ കടത്തിവിടും. അവനിൽ ഏതാണോ പ്രബലമായ ഗുണം അത് വെച്ച് അതിൽ സാത്വികത പ്രകാശം ചൊരിയും. നിങ്ങളുടെ മേധയെ അത് പ്രകാശിപ്പിക്കും. എന്നാൽ രാജസിക ഭാവം നിങ്ങളിൽ എന്തായിരിക്കും നിറയ്ക്കുക? കർമ്മോന്മുഖതയായിരിക്കും നൽകുക. ഒരു പടം കണ്ടാൽ ആ പടത്തിനെക്കുറിച്ച് നിങ്ങൾ കർമ്മോന്മുഖമായി ചിന്തിക്കും. ഒരു പ്രകാശം നിങ്ങൾക്ക് ശാന്തിയെ പ്രദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ പ്രകാശം വിതറും. താമസികതയോ നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും അത് ഇരുട്ടിനെ വ്യാപിപ്പിക്കും. എന്താണ് ഉദാത്തമായ ചിന്ത എന്ന് മനസ്സിലായോ? ഉദാത്തമായ ചിന്ത നിങ്ങളിലും നിങ്ങൾക്ക് ചുറ്റും പ്രകാശം വിതറും, പ്രകാശം പരത്തും. അറിവിൻ്റെ പ്രകാശം പരത്തും, അനുഭവത്തിൻ്റെ പ്രകാശം പരത്തും, ധർമ്മജിജ്ഞാസയുടെ പ്രകാശം നടത്തും, ബ്രഹ്മജിജ്ഞാസയുടെ പ്രകാശം നിറയ്ക്കും. നോക്കൂ, വേദമന്ത്രം ഉച്ചരിച്ചാൽ നമുക്ക് ധാർമ്മിക ബോധമുണ്ടാകുമോ? മോക്ഷം ലഭിക്കുമോ? മന്ത്രത്തിനു മാത്രമുള്ള ശേഷി എന്താണ്? അതൊരേ സമയം 3 വിദ്യകളെ നമുക്ക് പ്രദാനം ചെയ്യും. ഉദാത്തമായ ആധ്യാത്മികവും ആദിദൈവികവും ആദിഭൗതികവുമായ സമന്വിതമായ മോക്ഷ ജ്ഞാനം മന്ത്രങ്ങൾ നൽകുന്നു. അത് സാത്വിക പ്രധാനമായതുകൊണ്ട് മനസ്സിൽ മന്ത്രം എന്തിനെ നിറയ്ക്കുന്നു? പ്രകാശത്തെ നിറയ്ക്കുന്നു. മനസ്സിൽ സാത്വിക ഭാവം ഇല്ലെങ്കിൽ അതിൽ പ്രകാശം നിറയുമോ? ഇല്ല. അതുകൊണ്ടാണ് ഋഷിമാർ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സിനെ പവിത്രമാക്കുക, പാവനമാക്കുക. മനസ്സിനെ പാവനമാക്കിയ ഒരു വ്യക്തി മന്ത്രജപം നടത്തുമ്പോൾ മനസ്സിൽ പ്രകാശം തെളിയുന്നു. ഈശ്വരൻ്റെ സ്വരൂപത്തെ അവൻ പ്രാപിക്കുന്നു. രാജസികമായ ചിന്തയിലൂടെ അവൻ വേദമന്ത്രങ്ങളെ സമീപിക്കുമ്പോഴോ ശ്രേഷ്ഠതമമായ കർമ്മങ്ങളിലേക്ക്, യജ്ഞങ്ങളിലേക്ക് അവൻ ചെന്ന് ഭവിക്കും. കർമ്മങ്ങളിലേക്ക് അവൻ ചെന്ന് ഭവിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം ചെയ്യുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ചുറ്റുള്ള സമൂഹത്തിലേക്കും ഏറ്റവും നല്ല കർമ്മം, ഏറ്റവും ഉദാത്തമായ കർമ്മം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് രാജസിക ഭാവത്തെ പ്രാപിച്ചതായിരിക്കണം. കർമ്മോന്മുഖമായിരിക്കണം അത്. ആ കർമ്മോന്മുഖമായിരിക്കുന്നത് നിങ്ങൾ, ആ ജ്ഞാനത്തെ നിങ്ങൾ നേടുന്നത് എവിടെ നിന്നാണ്? അതാണ് അവിടെ സൂക്ഷ്മമായ അംശമുള്ളത്. മറ്റേത് ഹൃദയത്തിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു തന്നിട്ടല്ല. ഒരു ഗുരുവിനും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സമാധിയിലേക്ക് നയിക്കാനൊക്കില്ല. അവിടെ നമുക്ക് പറഞ്ഞു തരാം, ദണ്ട് ഇതൊക്കെയാണ് അവിടുത്തെ, ദണ്ട് ഈ മാർഗത്തിലൂടെ പോകൂ എന്നൊക്കെ പറയാം. പക്ഷെ അവിടേക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. ഇൻ്റർവ്യൂ ബോർഡ് പോലെയാണ്.
ഇൻ്റർവ്യൂവിൽ എത്തുന്നതിന് മുമ്പായി നിങ്ങളെ ആ വാതിൽ പടി വരെ നിങ്ങളെ എന്ത് ചെയ്യാം, ഉപദേശിച്ചുകൊണ്ടേ ഇരിക്കാം. പക്ഷെ അതിനകത്ത് കയറി ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആർക്കെങ്കിലും ഏതെങ്കിലും ഗുരുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ? ഇല്ല. സഹായിക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടില്ല കേട്ടോ, ഇല്ല. അത് നമുക്കറിയാം. നമ്മുടെ സ്വജീവിതത്തെ വെച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം എന്താ, നിങ്ങളുടെ സാത്വിക ഭാവം നിങ്ങളുടെ മനസ്സിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ വൃത്തികളെ ലോകത്ത് മറ്റൊരാൾ അറിയുന്നില്ല എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങൾക്കുണ്ടാവും. അറിയാനായി, കാരണം നിങ്ങളുടെ മനസ്സിൽ ഉള്ള ദുഷ്ടചിന്തകളാണ് മറ്റൊരാൾ അറിയുന്നു എന്ന് നിങ്ങൾ ഭയക്കുന്നത്. നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ചിന്തയുണ്ട് എന്നിരിക്കട്ടെ, അത് മറ്റൊരാൾ അറിയണമെന്ന് നിങ്ങൾ ചിന്തിക്കുക. ചിന്തിച്ചാൽ പോയില്ലേ ആ ചിന്ത, അത് ശ്രേഷ്ഠമല്ലാതായി മാറി അല്ലേ? ഞാനിപ്പോൾ ഒരാൾക്ക് എൻ്റെ സ്വത്ത് മുഴുവൻ ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അതാരും അറിയാതെ ചെയ്യണം എന്നാണ് എൻ്റെ സാത്വിക ഭാവം എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത്. അങ്ങനെയാണല്ലോ, ശ്രേഷ്ഠമായ ധർമ്മമാണത്. ആ ധർമ്മത്തെ അനുഷ്ഠിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു അരികിൽ ഇത് മറ്റൊരാൾ അറിയണമെന്ന ജ്ഞാനം ഉണ്ടായിപ്പോയാലോ? ഇനി അതങ്ങനെ ഉണ്ടാകുകയല്ല, അറിയുമോ എന്ന ഒരു സംശയമുണ്ടായാലോ? സംശയാത്മാ വിനശ്യതി. നീ പോയി, ഈ ശ്രേഷ്ഠമായ സകല കർമ്മത്തിൻ്റെയും ഭാവം പോയി. ഒരാളെ അറിയാവൂ, ആര്? എല്ലാം അറിയുന്ന ഈശ്വരൻ. എനിക്കും ഈശ്വരനുമല്ലാതെ മറ്റാർക്കും അറിയില്ല. ഇതാണ് സാത്വികതയുടെ പരിപൂർണ വിദ്യ. അതുകൊണ്ട് എനിക്കെന്തില്ല? ഭയമില്ല. ദ്വിതീയാദ് വൈ ഭയം ഭവതി, ഇല്ലേ? മറ്റൊരാൾ, മറ്റൊന്ന് എന്നുള്ള ചിന്തയില്ല. ആരെങ്കിലും ഇല്ല. ആര് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് മറ്റായി, രണ്ടായി അല്ലേ? ഇല്ല, ഒരു ഭയവും ഇല്ല. അത് ആ കർമ്മത്തിൽ ഞാൻ പൂർണ്ണനാണ്. അതിലെ ജ്ഞാനത്തെയും കർമ്മത്തെയും എനിക്ക് വിഭജിക്കാൻ പറ്റുമോ? അതും പറ്റില്ല. എന്താണ് ചെയ്തിരിക്കുന്നത്, എന്താണോ എൻ്റെ മനസ്സിലുള്ളത് അത് മുഴുവനായി കൊടുക്കുക എന്നുള്ളതാണ്. ഒന്ന് ആലോചിക്കൂ, എത്ര സൂക്ഷ്മമാണ് ഇതിൻ്റെ മർമ്മം എന്നുള്ളത്. ഇനി രാജസിക ഭാവത്തിലേക്ക് നിങ്ങൾ കടന്നു വരൂ. അവിടുത്തെ പ്രഥമ ലക്ഷ്യം എന്താണ്? കർമ്മോന്മുഖത എന്ന് പറയുമ്പോൾ, കർമ്മം ചെയ്യുമ്പോൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതെന്താ കാണാത്തത്? ഇല്ലേ? ക്ഷത്രിയനെയും വൈശ്യനെയും സൂക്ഷ്മമായി പഠിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിൽ ക്ഷത്രിയൻ ചെയ്യുന്ന സകല കർമ്മങ്ങളും അവൻ പണം കൊടുത്ത് പ്രചരിപ്പിക്കും, ഇല്ലേ? രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികളെ ശ്രദ്ധിച്ചു നോക്കൂ. അവൻ ചെയ്യുന്ന ഓരോ കർമ്മത്തിൻ്റെയും ഓരോ കാര്യങ്ങളും അവൻ ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കും, എല്ലാവരോടും അറിയിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലേ? വൈശ്യൻ അവനൊരു കാറ് വാങ്ങിച്ചാൽ ഏറ്റവും കൂടുതൽ പരസ്യം കിട്ടുന്ന കാറ് വാങ്ങിക്കും. അവനൊരു പ്ലെയിൻ വാങ്ങിച്ചാൽ, ഇപ്പോൾ ആധുനിക കാലത്തൊക്കെ പ്ലെയിൻ വാങ്ങിക്കുകയാണ്. നമുക്ക് പുരാണ കഥാപാത്രങ്ങൾ ഇഷ്ടം പോലുണ്ട് കേട്ടോ. ഈ വൈശ്രവണനൊക്കെ ഇതിൻ്റെ ഒരു ഏറ്റവും നമ്മൾ പഠിച്ചാൽ ഞെട്ടിപ്പോവും. ഇന്നത്തെ ആൾക്കാരൊക്കെ എത്ര കുറവാണ്, എത്ര കുറച്ചാണ് ഇവരൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും, ഇല്ലേ? രാവണനെ അടിച്ചുകൊണ്ട് പോകുന്നു, പുഷ്പവിമാനം. അപ്പോൾ രാജസിക ഭാവത്തിൻ്റെ സ്വഭാവത്തെ നിങ്ങൾ കാണുക. രാവണൻ ബ്രാഹ്മണനും കൂടെയാണ് കേട്ടോ, പണ്ഡിതനാണ്. ശ്രദ്ധിക്കണം.
ബ്രാഹ്മണനോടൊത്ത് ദാരിദ്ര്യമില്ലെങ്കിൽ അവനിലെ ബ്രാഹ്മണ്യത്തിന് എന്തോ കുഴപ്പമുണ്ട്. എന്തോ കുഴപ്പമുണ്ട്. അത് ഭാവിയിൽ നിങ്ങൾ അറിയും. എന്താ കാര്യം? കാരണം ഭൗതിക സാഹചര്യങ്ങൾ അയാൾ അല്പം പോലും അതിനെപ്പറ്റി ചിന്തിക്കുന്നേയില്ല. ആവശ്യങ്ങൾക്ക് മുട്ടുവരാതെ പോകണം, ഇതാണ് ലക്ഷ്യം. അല്ലാതെ നാളത്തേക്ക് ഞാൻ എന്തൊക്കെ സമ്പാദിക്കണം ഇതൊന്നുമില്ല. എന്തുകൊണ്ടാ? ഭയം അല്പം പോലുമില്ല. നിങ്ങൾ ക്ഷത്രിയനെയും വൈശ്യനെയും ശ്രദ്ധിച്ചോളൂ. ഏറ്റവും ഭീരുക്കൾ ഇവർ രണ്ടുപേരാണ്. സദാ ചുറ്റും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ശത്രുക്കൾ എന്താണ് എനിക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലേ? ക്ഷാത്ര സംസ്കാരം എത്ര കൂടുന്നോ അതിനനുസരിച്ച് ശത്രുതയും കൂടും. വൈശ്യൻ എത്ര ഉയർന്നു പോകുന്നുണ്ടോ അതിനനുസരിച്ച് അവൻ്റെ ശത്രുക്കളും വർദ്ധിക്കും. തിരിച്ചറിയാൻ പോലും പ്രയാസമായിരിക്കും. തിരിച്ചറിയാൻ പറ്റില്ല. നോക്കൂ, സാത്വികമായ ജ്ഞാന പാരമ്പര്യത്തിൽ ഇന്ദ്രിയങ്ങളെ സംയമനത്തോടെ ഉപയോഗിക്കാൻ കഴിയുന്നു. ജ്ഞാനമേഖലയിലും കർമ്മമേഖലയിലും സാത്വികന്. ഞാനവിടെ സാത്വികനായ ബ്രാഹ്മണൻ എന്ന് പറയുന്നില്ല. കാരണം എന്താ? സാത്വികനായ ക്ഷത്രിയനും സാത്വികനായ വൈശ്യനും സാത്വികനായ ശൂദ്രനുമുണ്ട്. പക്ഷെ വൃത്തി, ക്ഷത്രിയൻ്റെ വൃത്തി, അതായത് അവൻ്റെ മനസ്സ്, അത് സദാ ഈ ചിന്തയോട് കൂടിയതാണ്. എപ്പോൾ മാത്രം? രാജസിക ഭാവം അവനിൽ നിൽക്കുമ്പോൾ മാത്രം. അപ്പം എവിടെയാണോ കർമ്മം ഒടുങ്ങുന്നത്, കർമ്മത്തിന് ജ്ഞാനത്തിൻ്റെ ഭാവം വേണ്ടാതെ വരുന്നത്, അവിടെ മാത്രമേ സാത്വിക ഭാവം നിലനിൽക്കുകയുള്ളൂ. അപ്പം എവിടെ നിങ്ങൾ കർമ്മം കണ്ടാലും അപ്പം മനസ്സിലാക്കിക്കൊള്ളുക, ഇതിൽ രാജസിക ഭാവമുണ്ട്. ഇതാണ് വേദമന്ത്രം ചൊല്ലിയാൽ, വേദമന്ത്രം ചൊല്ലുന്നത് കൊണ്ട് ഒരാൾക്ക് ലഭിക്കുന്നത് എന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം. വേദമന്ത്ര ജപം കൊണ്ട് നമ്മൾ കർമ്മത്തെ എന്ത് ചെയ്യുന്നു? നമ്മളിൽ നിന്ന് പരിപൂർണമായും അകറ്റിക്കളയുന്നു. അതതിൻ്റെ പൂർണ്ണതയിലാണ്, അതതിൻ്റെ സാത്വിക ഭാവത്തിലാണ്. പക്ഷേ വേദമന്ത്രത്തിന് അതുമാത്രമേ ഉള്ളൂ? അല്ല. പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭാരതം ഈ സമ്പ്രദായത്തെ മുഴുവൻ കൂട്ടിക്കുഴച്ച് കളഞ്ഞു. വർണ്ണ പരിവർത്തനത്തിന് പകരം വർണ്ണസങ്കരത്തിലേക്ക് മനുഷ്യൻ ചെന്ന് ഭവിച്ചു. ക്ഷത്രിയൻ ചെയ്യേണ്ടത് രാജസിക ഭാവത്തോടെ ചെയ്യേണ്ടത് രാജസിക ഭാവത്തോടല്ലാതെയും, താമസിക ഭാവത്തോട് ചെയ്യേണ്ടത് താമസിക ഭാവത്തോടല്ലാതെയും, കർമ്മലിപ്യതയോടല്ലാതെ ചെയ്യേണ്ടത് കർമ്മലിപ്യതയോടെയും ചെയ്തു തുടങ്ങി. സൂക്ഷ്മമായി പഠിച്ചാൽ ഇതിൻ്റെ ഗതി നമുക്ക് മനസ്സിലാകും. ആദ്യം ഭാരതത്തിനകത്ത് മീമാംസ എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തിൻ്റെ 2 ചിറകുള്ള പറക്കുന്ന പക്ഷിയെ, മീമാംസകൻ്റെ പക്ഷിയെ, അതിൻ്റെ ഒരു ചിറക് വെട്ടിക്കളഞ്ഞു. ജ്ഞാനികൾ ഏത് ചിറക് വെട്ടി? കർമ്മത്തിൻ്റെ ചിറക് വെട്ടി.
കർമ്മികളോ ജ്ഞാനത്തിൻ്റെ ചിറകും വെട്ടി. ഈ പക്ഷിയോ രണ്ടും ചിറകില്ലാത്ത പക്ഷിയായി, രണ്ട് ചിറകും നഷ്ടപ്പെട്ട പക്ഷിയായി തീർന്നു. അപ്പോൾ രണ്ട് ചിറകും ഇല്ലാത്ത ഒരു പക്ഷി വേദമന്ത്രം ചൊല്ലിയതുകൊണ്ട് മനസ്സിൽ പ്രകാശം ചൊരിയുമോ? മന്ത്രം ഇല്ല. കഴിഞ്ഞ 5000 കൊല്ലങ്ങളായി ഭാരതം അധപ്പതനത്തിൻ്റെ മാർഗത്തെ പുൽകിയത് നമ്മളിൽ നിന്ന് ഈ ദശമഹാവിദ്യ അപ്രത്യക്ഷമായതാണ്. വൈദികമായ ജ്ഞാനമനുസരിച്ച് ഈശ്വരൻ, ജീവാത്മാവ്, പ്രകൃതി എന്ന് പറയുന്ന 3 അനാദി തത്വങ്ങൾ, ആ 3 അനാദി തത്വങ്ങളുടെ ഗുണകർമ്മ സ്വഭാവങ്ങളെ പരിപൂർണമായും നിഷേധിച്ചു. ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ന ജീവാത്മാവ് അവൻ്റെ സ്വത്വത്തെ മറന്നു. ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോൾ ഈ കാഴ്ച, കാണുക എന്ന് പറയുന്നതുള്ള പ്രകൃതിയുടെ വികൃതഭാവങ്ങളെല്ലാം ചൈതന്യവത്തായി എന്ന ബോധമുണ്ടായി. അത് ചൈതന്യത്തിലാണെന്നല്ല, അത് ചൈതന്യമാണെന്ന ബോധമാണ് ഉണ്ടായത്. ഇല്ലേ? നമ്മളിൽ ഭൂരിപക്ഷത്തിനും ഈ വാങ്ങലിൽ നിൽക്കുകയാണ് നാം. ഇതുകൂടാതെ സെമറ്റിക് മതങ്ങൾ അവരുടേതായ സൈദ്ധാന്തിക പക്ഷങ്ങളെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിച്ചു. ഇസ്ലാമിസ്റ്റുകളും ക്രൈസ്തവരും, ഒരു പക്ഷേ ഭാരതത്തിൽ ആദ്യം വന്നത് ഇസ്ലാമിസ്റ്റുകളാകാം, ഒരു പക്ഷേ. AD 52 കഥയൊന്നും നമ്മളിന്ന് അംഗീകരിക്കുന്നില്ല, പല ക്രൈസ്തവരും അത് അംഗീകരിക്കുന്നില്ല. വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അറബികൾ സത്യത്തിൽ മുഹമ്മദിന് മുമ്പേ ഉള്ള അറബികളെ ഇവിടെയുണ്ട്, ഇല്ലേ? 3000 കൊല്ലമായിട്ട് അറബികളുമായിട്ടുള്ള ട്രേഡ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അറബികൾ ഇവിടെ അതിനു മുമ്പേ ഉണ്ട്. യൂറോപ്യൻസാണ് പിന്നെയും താമസിച്ചു വരുന്നത്. യൂറോപ്യൻസ് വന്നത് എങ്ങനെയായിരുന്നു? തുർക്കിയിലൂടെ, കോൺസ്റ്റാന്റിനോപ്പിളിലൂടെ, സൗദി അറേബ്യയിലൂടെ, ഇറാനിലൂടെ, ഇറാഖിലൂടെ സിന്ധിലെത്തി, സിന്ധിലൂടെ ഭാരതത്തിലേക്ക് പ്രവേശിച്ചു, ഗംഗാ തടത്തിലേക്ക് പ്രവേശിച്ചു. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ, ഇന്നത്തെ ഇസ്താൻബുൾ പിടിച്ചടക്കിയപ്പോഴാണ് വാസ്കോഡി ഗാമയ്ക്ക് കടൽ വഴിയുള്ള മാർഗം കണ്ടുപിടിക്കേണ്ടി വരുന്നത്. അങ്ങനെ കടൽ വഴിയുള്ള മാർഗം കണ്ടുപിടിച്ചപ്പോഴാണ് ഇന്ന് നമ്മൾ ആധുനിക കാലത്ത് കാണുന്ന ക്രൈസ്തവ സമൂഹം ഭാരതത്തിൽ ഉണ്ടായി വരുന്നത്. അതുവരെ ഇങ്ങനെ ഒരു സമൂഹം ഇവിടെ ഇല്ല, ഇങ്ങനെ ഒരു ക്രൈസ്തവ സമൂഹം ഇവിടെ ഇല്ല. ഏത് ക്രൈസ്തവ സമൂഹം? സെമറ്റിക് മതത്തിൻ്റെ തീവ്രവാദ പക്ഷത്തെ അനുകൂലിക്കുന്ന പൗരസ്ത്യ സഭകളുണ്ട് ഇവിടെ. ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ചപ്പോൾ ഭാരതം അതിൻ്റെ ഗരിമയെ നഷ്ടമാക്കാൻ തുടങ്ങി. പരിപൂർണമായും അതിൻ്റെ ഗരിമയെ ഭാരതം നഷ്ടമാക്കി. കാരണം എന്താണ്? ദ്വൈതി, അദ്വൈതി, ത്രൈതി, വൈദികൻ, താന്ത്രികൻ, ശൈവൻ, വൈഷ്ണവൻ, ശാക്തേയൻ, ബൗദ്ധൻ, ജൈനൻ, ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദാർശനിക പദ്ധതികളിലൂടെ നമ്മുടെ വൈദിക പാഠന പദ്ധതിയെ ഇവർ മാറ്റിമറിച്ചു കൊണ്ടേയിരുന്നു. വേദമന്ത്രം ചൊല്ലിയാൽ എന്തു ഗുണം എന്ന് ചിന്തിക്കുന്നവർ അനേകമുണ്ടായി. ഈ സമ്പ്രദായത്തിൽ നിന്നാണ് ഈ ചോദ്യം ഉയർന്നത്: വേദമന്ത്രം ചൊല്ലിയാൽ എന്തു ഗുണം? വേദമന്ത്രം ചൊല്ലിയാൽ മനസ്സിൽ
സാത്വിക പ്രകാശം ജ്വലിക്കും. മോക്ഷവിദ്യയിലേക്ക് ഇന്ദ്രിയങ്ങൾ ചലിക്കും, കർമ്മങ്ങൾ ഒടുങ്ങും, യോഗവിദ്യ കരഗതമാകും, ഭോഗസിദ്ധി ദുഃഖരഹിതമായ സുഖത്തോടെ അനുഭവിക്കാൻ കഴിയും. ഇതായിരുന്നു ഇതിൻ്റെ പ്രയോഗ പദ്ധതി. ഏ ത്രിഷപ്ത പര്യന്തി വിശ്വ എന്ന് പറയുന്ന 21 യജ്ഞങ്ങൾ അഥവാ കർമ്മങ്ങൾ, ദശമഹാവിദ്യ എന്ന് പറയുന്ന 10 തത്വങ്ങളിലൂടെ, അഷ്ടസിദ്ധിയിലൂടെ, അഷ്ടസത്തയിലെ ബദ്ധ ജിജ്ഞാസയിലൂടെയും അല്ലെ ധർമ്മ ജിജ്ഞാസയിലൂടെയും അഷ്ടതത്വങ്ങളുടെ ബ്രഹ്മജിജ്ഞാസയിലൂടെയും നമുക്ക് മോക്ഷപദവും തുറന്നു തരും. അതിലേക്ക് നാം ചലിക്കുന്നു എന്നുള്ളതായിരുന്നു ഭാരതീയ പാരമ്പര്യത്തിൻ്റെ വൈദിക പക്ഷം. ആ ജ്ഞാനം ഇന്ന് നമുക്ക് നഷ്ടമായതെങ്ങനെ, ഇന്നത്തെ നിലയിലേക്ക് ഭാരതം എങ്ങനെ കൂപ്പുകുത്തി എന്നുള്ളതുകൂടെ ചിന്തിച്ചുകൊണ്ട് വേദസ്വരൂപത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിലേക്ക് നമുക്ക് നാളെ തയ്യാറാവാം. ഓം വിശ്വാനി ദേവ സവിതർദുരിതാനി പരാസുവ യദ്ഭദ്രം തന്നയാസുവ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.